ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലെ ദൈവത്തിലെ ആശ്രയം കണ്ടെത്തുന്ന മനുഷ്യരാകാനായിട്ട് വചനം നമ്മളെ വിളിക്കുകയാണ്. ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം തളർവാദ രോഗിയുമായിട്ടെത്തുന്ന ആളുകളും രോഗിയുടെ സൗഖ്യവുമാണ്. ഈശോ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഒരുപാടുണ്ട്. അപ്പോഴാണ് രോഗിയായ ഒരുവനെയും എടുത്തുകൊണ്ട് 4 പേരവിടെ വരുന്നത്. അവർക്ക് ഈശോയുടെ അടുക്കിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ല. അവരതിന് കണ്ടെത്തുന്ന മാർഗം അല്പം സാഹസികമാണ്. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെയല്ലേ? ഉറപ്പായിട്ടും കുറച്ചു നേരമൊക്കെ കാത്തു നിൽക്കും. എന്നിട്ടും തിരക്ക് മാറുന്നില്ലെങ്കിൽ പിന്നാകട്ടെന്ന് വിചാരിച്ചു പോകുമല്ലേ? അവരല്പം സാഹസം കണ്ടെത്തുകയാണ്. അവര് പുരമുകളിൽ കയറി കൂര പൊളിച്ചവനെ താഴേക്ക് ഇറക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, ചെവിയിൽ മന്ത്രിച്ചതൊക്കെ പുരമുകളിൽ കയറി പറയണമെന്ന്. അവരതങ്ങ് നടപ്പിലാക്കുകയാണ്. ചെവിയിൽ പറയപ്പെട്ടതൊക്കെ പുരമുകളിലേക്ക് അവർ കയറി ജീവിതത്തിന്റെ ആഘോഷമാക്കി മാറ്റുകയാണ്. അവരെ തളർവാദ രോഗിയെ കിടക്കയോടുകൂടെ താഴേക്ക് ഇറക്കുകയാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ രോഗിയോട് പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഒരു വെളിപാടാണത്. നമ്മുടെ ദിനഹാകാലം മുഴുവനും കർത്താവിൻ്റെ വെളിപാടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഈശോ തൻ്റെ രക്ഷാകരണ ദൗത്യത്തിലെ സുപ്രധാനമായ ദൗത്യമെന്നാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ അവൻ ലോകത്തോട് പ്രഘോഷിക്കുകയാണ്, അവൻ പാപവിമോചകനാണ്. അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ കഴിയുക? പാപം മോചിക്കുന്ന ദൈവപുത്രനാണ് താനെന്ന് ലോകത്തോട് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു സൗഖ്യത്തിലും ഈ ഒരു അനുഭവത്തിലൂടെയും കൂടെയും എന്താണ് ഈ പാപം എന്ന് പറയുന്നത്? നമ്മളെല്ലാം കുമ്പസാരിക്കുന്നവരാണ്. പാപത്തെക്കുറിച്ച് നമുക്കൊരു ബോധമൊക്കെ ഉണ്ട്. നമ്മളെ അതികുർബാന സ്വീകരിച്ചപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്താണ് പാപം എന്നൊക്കെ. നമ്മൾ അന്ന് പഠിച്ച പാപം ഇന്നും തെറ്റാതെ അതുപോലെ കുമ്പസാരത്തിൽ വന്ന് പറയുന്നു. കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാ അല്ലേ? കള്ളം പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ അത് തന്നെ ഇങ്ങനെ പറയുമല്ലേ? കാരണം പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെങ്ങനെ ഏറ്റുപറയുകയാണ്. എന്നാൽ തിരിച്ചറിയണം, അടിസ്ഥാനപരമായിട്ട് പാപമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം മറന്നു പോകുന്നതാണ് പാപം എന്ന് പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ സ്നേഹം നിരന്തരമായ സാന്നിധ്യവുമായിട്ട് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ അവബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഒരുവൻ പാപത്തിലേക്ക് വഴുതി വീഴുക. അതുകൊണ്ട് പാപമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സ്നേഹത്തിൻ്റെ മറവിയാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത്, ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചെന്നറിഞ്ഞതിനാൽ ഞങ്ങൾ പാപം ചെയ്യില്ല. ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചെന്നറിഞ്ഞതിനാൽ ഞങ്ങൾ പാപം ചെയ്യത്തില്ല. ഈ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഈ പാപത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കണം, അടിസ്ഥാനപരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തതും ചെയ്യാതിരുന്നതും മാത്രമല്ല, സ്നേഹം മറന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും അതാണ് അടിസ്ഥാനപരമായിട്ട് പാപം. നമുക്കിന്ന് പലപ്പോഴും കുമ്പസാരിക്കാൻ എത്തുമ്പോൾ സ്നേഹം മറന്നുപോയതിൻ്റെ ഓർമ്മകളൊന്നുമില്ല. കുമ്പസാരക്കൂട്ടിലേക്ക് എത്തുമ്പോൾ ഞാനും നിങ്ങളും നെഞ്ചിലേക്ക് കൈവച്ചിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഞാൻ ഇന്നലകളൊക്കെ ജീവിച്ച് കടന്നുപോയത്? എന്നെ ഏൽപ്പിച്ചവരോട്, എനിക്കൊപ്പമുള്ളവരോട് എത്രമാത്രം സ്നേഹം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു? ആ സ്നേഹത്തിന് സംഭവിച്ച മുറിവുകൾ ഏറ്റുപറയുമ്പോഴാണ് ഞാനും നിങ്ങളും അടിസ്ഥാനപരമായിട്ട് മാനസാന്തരത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ദുരന്തമെന്ന് പറയുന്നത് നമുക്കിന്ന് പാപബോധത്തെക്കാൾ ഉപരിയായിട്ട് കുറ്റബോധം ഭരിക്കുന്നവരാണ്.
എന്തുകൊണ്ട് ഇത്രയേറെ ആത്മഹത്യകൾ എന്ന് വർദ്ധിക്കുന്നു? നമുക്കിന്ന് കുറ്റബോധം നമ്മളെ ഭരിക്കുകയാണ്. കുറ്റബോധവും പാപബോധവും തമ്മിൽ വലിയ അന്തരമുണ്ട്, തിരിച്ചറിയണം. ബൈബിളിൽ 2 വ്യക്തികൾ അതിന് മനോഹരമായ ഉദാഹരണമാണ്. കുറ്റബോധത്തിൻ്റെ നല്ല ഉദാഹരണമാണ് യൂദാസ്. യൂദാസ് 30 വെള്ളി നാണയത്തിന് ഈശോ കൊടുക്കുന്നുണ്ട്. യൂദാസിന് കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം സർവശക്തനായവൻ യഹൂദന്മാരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊക്കെ അവൻ വിചാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒറ്റിക്കൊടുത്തു. പക്ഷേ ദുഃഖവെള്ളിയാഴ്ച അവൻ തിരിച്ചറിയുന്നു, ഈശോ ദാരുണമായിട്ട് കാൽവരിയിൽ കൊല്ലപ്പെടുകയാണ്. അവനാ 30 വെള്ളി നാണയങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടത് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചാവുകയാണ്. യൂദാസ് തന്നിലേക്ക് തന്നെ തിരിയുകയാണ്. മനുഷ്യരിലേക്കും തന്നിലേക്കും മാത്രം തിരിഞ്ഞു. താൻ നിഷ്കളങ്കമായി രക്തമുറ്റിക്കൊടുത്തു. ഇനി ജീവിക്കാൻ അവകാശമില്ലെന്ന് സ്വയം തീരുമാനമെടുത്തിട്ട് യൂദാസ് പോയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. എന്നാൽ അതേ ദിവസം മറ്റൊരു മനുഷ്യൻ മറ്റൊന്ന് ചെയ്യുന്നുണ്ട്. അത് പത്രോസാണ്. ഒരു തരത്തിൽ യൂദാസിനെക്കാട്ടിലും കുറേയും കൂടെ ഗൗരവമുള്ള തെറ്റ് ചെയ്ത ആള് പത്രോസാണ്. പത്രോസിന് വളരെ കൃത്യമായിട്ട് വാണിംഗ് കിട്ടിയതാണ്. അത് ഒരുപാടും വർഷത്തേക്കൊന്നുമല്ല, ഏതാനും മണിക്കൂറത്തേക്ക്. അന്ത്യത്താഴത്തിരിക്കുമ്പോൾ ഈശോ പത്രോസിനെ പറഞ്ഞു കൊടുത്ത, പത്രോസ് ഇന്ന് രാത്രിയിൽ കോഴി കൂവുന്നതിന് മുമ്പ്, എന്തും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തെന്നറിയാവോ? പത്രോസ് ഏതാനും മണിക്കൂറൊന്നും അടങ്ങിയിരുന്നാൽ മതിയായിരുന്നു. കൃത്യതയോടുകൂടെ പറഞ്ഞു കൊടുത്ത്, ഇന്ന് രാത്രിയിൽ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 ആവർത്തി തള്ളി പറയും. ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല പറയത്തില്ല. എന്നിട്ട് പീലാത്തോസിന്റെ അരമനയെ ചെല്ലുകയാണ്. അവിടെ നിന്നുകൊണ്ട് 3 ആവർത്തി അയാൾ തള്ളിപ്പറയുന്നുണ്ട്. ഒന്നല്ല, 3 ആവർത്തി തള്ളിപ്പറയുമ്പോൾ, 3-ാം വട്ടം തള്ളിപ്പറയുമ്പോൾ ഈശോ തിരിഞ്ഞ് പത്രോസിനെ നോക്കുന്നുണ്ട്. പത്രോസിന്റെ കണ്ണുകളും ഈശോയുടെ കണ്ണുകളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പിന്നെ മനുഷ്യൻ പുറത്തു പോയിട്ട് വാവിട്ട് കരയുകയാണ്. അദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്തില്ല. യൂദാസിനെ കാട്ടിലും ഗൗരവമുള്ള തെറ്റ് ചെയ്ത ഒരാളാണ്. മുന്നറിയിപ്പ് കിട്ടിയ ഒരാൾ. ഈ രാത്രിയിൽ നീ എന്നെ തള്ളിപ്പറയുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടും അതേ തെറ്റ് തന്നെ ചെയ്ത ഒരാൾ പിന്നീട് ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി അയാൾ വാവിട്ട് കരയുകയാണ്. ഇതാണ് പാപബോധമെന്ന് പറയുന്നത്. വീണുപോയ ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കരയാൻ കഴിയുമ്പോൾ അവിടെ ഞാനും നിങ്ങളും സൗഖ്യപ്പെട്ട മനുഷ്യരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാപബോധമെന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്നൊരു, ക്ഷമിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള ബോധത്തിന്റെ അനുഭവമായിട്ട് മാറണം. ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും ദൈവത്തെ തിരിച്ചറിയാതെ പോകും. അവന്റെ വെളിപാടതാണ്, അവൻ പാപം മോചിക്കുന്നവനാണ്. ഈ സ്നേഹത്തിലേക്കൊന്ന് തിരിച്ചു വരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ വായിക്കാനിടയായി. ഒരു നല്ല കത്തോലിക്ക കുടുംബത്തില് മാതാപിതാക്കന്മാർ വിശ്വാസത്തിൽ വളർത്തിയ ഒരു പെൺകുട്ടി. അവൾ കോളേജിലെ ക്യാമ്പസ് ജീവിതത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഈ ലോകത്തിന്റെ സകലതും അവൾ ആസ്വദിക്കുകയാണ്. ഇങ്ങനെ ജീവിതം ആസ്വദിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു PG കാലമൊക്കെ എത്തുമ്പോൾ ഈ പെൺകുട്ടി ജീവിതം മടുക്കുകയാണ്. കാരണം ആസ്വദിക്കാവുന്നതൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞു. അവൾക്ക് ജീവിതം മടുത്തു. ഇനി ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് അവള് നടന്നു പോകുന്നതൊരു കടൽ തീരത്തേക്കാണ്. എങ്കിലും ഉള്ളിലൊരു വിശ്വാസമുണ്ട്. കുടുംബം പകർന്നു കൊടുത്ത, മാതാപിതാക്കന്മാർ പകർന്നു കൊടുത്ത ഒരു വിശ്വാസം നെഞ്ചിൽ കിടപ്പുണ്ട്. ലളിതമായിട്ട് ഈ കടൽ തീരത്തെത്തിയിട്ട് കടലോരത്തൂടെ ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. കുറച്ചു ദൂരം നടന്നിട്ട് അവളൊന്ന് തിരികെ നോക്കുന്നുണ്ട്. പുറകോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അവളുടെ കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഒരുപാട് കിടപ്പുണ്ട്. അടുത്ത നിമിഷം അവൾ നോക്കി നിൽക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു തിരയെത്തിയിട്ട് ഈ മണ്ണിൽ വീണ കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ കഴുകി തിരികെ പോവുകയാണ്. പെട്ടെന്ന് അവളോട് തന്നെ ചോദിക്കുകയാണ്, അഴുക്കു വീണ ഈ തീരത്തെ ഈ തിരക്ക് കഴുകാമെങ്കിൽ എന്തേ എൻ്റെ ദൈവത്തിന് എന്നെ കഴുകാൻ പറ്റില്ലേ? അഴുക്കു വീണ തീരത്തിന് ഈ തിരക്കതിനെ കഴുകാൻ പറ്റുമെങ്കിൽ എന്തേ എൻ്റെ ദൈവത്തിൻ്റെ രക്തത്തിന് എന്നെ കഴുകാൻ പറ്റത്തില്ല? അവൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഈശോയുടെ രക്തം സകല പാപങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൾ തിരികെ പോവുകയാണ് ജീവിതത്തിലേക്ക്. ഈശോയുടെ രക്തം സകല പാപങ്ങളിൽ നിന്നും എന്നെ മോചിച്ചിരിക്കുന്നു എന്നുള്ള
പ്രത്യാശയോടുകൂടെ അവൾ അടുത്ത കുമ്പസാരക്കൂട്ടിലേക്ക് പോയിട്ട് സകലതും പറഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അടിസ്ഥാനപരമായ പാപയത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത്. എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറയാൻ കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പ്രത്യാശ നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഈ കുർബാനയിൽ നമ്മൾ ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്, പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള. നമുക്കേറ്റു പറയാം. പാപമേറ്റു പറയുമ്പോൾ കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രത്യാശയോടെ പറയാം, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. എല്ലാം അറിയുമ്പോൾ എന്നെ സ്നേഹിച്ചിട്ട് എൻ്റെ പാപം ഏറ്റെടുക്കുന്ന ദൈവം എന്നുള്ള പ്രത്യാശ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.